ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രം മലയ്ക്ക് പോയി തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ വേദ വിക്രമിനെ വിട്ട് ആ വീടും വിട്ട് പടി ഇറങ്ങി പോവുകയാണ്. എല്ലാവരും അത് ഭയങ്കര വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് കാരണം എന്ന് പോലും പറയാതെ വേദ ആ വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. തിരിച്ചെത്തുന്ന വിക്രം അതായത് ശബരിമലയിൽ പോയി തിരിച്ചെത്തുന്ന വിക്രമിന് അത് ആദ്യം തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വേദ പോകുമെന്നൊരു സൂചന വിക്രമിന് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അവൾ പോവില്ല എന്നൊരു വിശ്വാസം വിക്രമിനുണ്ടായിരുന്നു. തിരിച്ചെത്തുന്ന വിക്രം വേദേനെ കാണുന്നില്ല. വേദ പോയി എന്നറിയുമ്പോൾ വിക്രമിനത് ഭയങ്കര വിഷമാവുന്നുണ്ട്. വല്ലാതെ വിക്രമിനെ അത് തകർക്കുന്നുണ്ട്. എന്തായിരുന്നു വേദ പോവാനുള്ള കാരണം എന്ന് വിക്രത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലൊക്കെ പറയുന്നുണ്ട്, വേദ പറഞ്ഞത് വീണ്ടും ശ്രീനിവാസന്റെ കൂടെ ചേരാൻ വിക്രം തയ്യാറായതാണ് പോകാനുള്ള കാരണമെന്നാണ് വേദ വീട്ടിലൊക്കെ പറയാട്ടോ. അതായത് വിക്രത്തിന്റെ വീട്ടിൽ. പക്ഷേ വിക്രത്തിന് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. വേദ തന്റെ ജീവിതത്തിലേക്ക് വന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ടും താൻ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം നിർത്തില്ല എന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നിട്ടും വേദ ഇത്രയും കാലം പിടിച്ചു നിന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ വേദ തന്നെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തോ കാരണമുണ്ടെന്ന് വിക്രത്തിന് അറിയായിരുന്നു. പക്ഷെ പുറത്ത് വിഷമമൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും വിക്രത്തിന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോഴാണ് വിക്രത്തിന് ഡിവോഴ്സ് നോട്ടീസ് കിട്ടുക കേട്ടോ. വേദയുടെ പക്കൽ നിന്ന് വന്ന ഡിവോഴ്സ് നോട്ടീസ് വിക്രത്തിന് കിട്ടുക. അതിൻ്റെ സത്യം വിക്രം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. വിക്രത്തിനും വീട്ടുകാർക്കൊക്കെ വിഷമാവുന്നുണ്ട്. വേദ ഇത്രത്തോളം മാറി. പെട്ടെന്ന് വേദയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു വിക്രം. അതിൻ്റെ കൂടെ തന്നെ തൻ്റെ അച്ഛനെ ആരാണ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ള അന്വേഷണവും വിക്രം അതിൻ്റെ ഒപ്പം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണത്തിലാണ് ശ്രീകാന്താണ് എല്ലാം ചെയ്തത് എന്നുള്ള കാര്യത്തിലേക്ക് വിക്രം എത്തുന്നത്. ശ്രീകാന്ത് ആണെന്നുള്ളത് വിക്രം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വിക്രം അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ശ്രീകാന്തിന്റെ നിർബന്ധപ്രകാരം, അല്ലെങ്കിൽ ശ്രീകാന്ത് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചതുകൊണ്ടാണ് വേദ തന്നെ വിട്ട് പോയതെന്ന് വിക്രം മനസ്സിലാക്കുന്നുണ്ട്. വിക്രം അത് അറിഞ്ഞത് വേറെ ആരുടെ കയ്യിൽ നിന്നല്ല, വേദയുടെ മുത്തശ്ശിയുടെ പക്കൽ നിന്നാണ് വിക്രം ആ കാര്യം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ശ്രീകാന്ത് വേദനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ വിക്രത്തിൻ്റെ അച്ഛനെ മോചിപ്പിക്കണമെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ശ്രീകാന്ത് ആവശ്യപ്പെട്ടിരുന്നു. അച്ഛൻ്റെ ജീവന് അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെ ഉപേക്ഷിച്ച് വേദ ആ വീട് വിട്ടിറങ്ങിയത്. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കേടുകൊണ്ടോ ഒന്നും തന്നെയല്ല. ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ നീയാണ്. നിന്നെ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ വേദയുടെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിക്രത്തിന് നല്ല വിഷമാവുന്നുണ്ട്. വിക്രം എത്രത്തോളം വേദനെ സ്നേഹിച്ചിരുന്നു എന്ന് വിക്രം മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരിക്കും കേട്ടോ വേദ ഇല്ലാത്ത നിമിഷങ്ങൾ. വേദയുടെ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളും വേദയുടെ ഒപ്പം ചെലവഴിച്ച നിമിഷങ്ങളൊക്കെ വിക്രം ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാ സമയവും ഉണ്ടായിരിക്കുക. കാരണം വേദ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, തനിക്ക് എത്രമാത്രം ആശ്വാസമായിരുന്നു, താൻ ശരിക്കും അവളെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ വിക്രം മനസ്സിലാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് വിക്രം കടന്നു പോകുന്നത് കേട്ടോ. എങ്ങനെയും വേദനെ തിരിച്ചു കൊണ്ടുവരണം. വേദ ഇല്ലാതെ തനിക്കൊരു ജീവിതമില്ല. വേദ ഇല്ലാതെ തനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിക്രം മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ എങ്ങനെയും വേദേനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിലായിരുന്നു, അങ്ങനെ ഒരു തീരുമാനത്തിലായിരുന്നു കേട്ടോ പിന്നീട് വിക്രം. അതിനുള്ള വഴികളാണ് പിന്നീട് വിക്രം നോക്കുന്നത്. അങ്ങനെയാണ് ശ്രീകാന്തിൻ്റെ ഒരു അവിഹിത ബന്ധം വിക്രത്തിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അത് തന്നെ വെച്ച് കളിക്കാം എന്ന് വിക്രം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ശ്രീകാന്തിനെ കാണാൻ പോകുന്നുണ്ട്. അല്ലാതെ വേദേനെ തിരിച്ചു വിളിക്കാൻ വേറൊരു വഴിയും ശ്രീകാന്തിൻ്റെ പക്കലില്ല. വേദയോട് പോയി സംസാരിച്ചാലും വേദ തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പിലായിരിക്കും കേട്ടോ. കാരണം താൻ കാരണം ഇനി ആ കുടുംബത്തിന് ഒരു ആപത്ത് വരാൻ പാടില്ല. ഇത്രത്തോളം അന്ന് മാഷിനെ കാണാതെ എല്ലാവരും വിഷമിച്ചു. അത്രത്തോളം ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചു. അത് താൻ കാരണമാണ്. താൻ ആ കുടുംബത്തിൽ ഉള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ എല്ലാവർക്കും ഓരോരോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ താൻ ആ കുടുംബത്തിൽ വേണ്ടാന്ന് തന്നെ വേദ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ വേദനെ അങ്ങനെ വിട്ട് കളയാൻ വിക്രം തയ്യാറായിരുന്നില്ല. അങ്ങനെ ശ്രീകാന്തിനെ കാണാൻ വിക്രം ചെല്ലുന്നുണ്ട്. ശ്രീകാന്തിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് വിക്രം സംസാരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യേനെ വേണം, അവളെ തിരിച്ചു വിടാൻ, അല്ലെങ്കിൽ അവിടെ എത്താൻ കാരണം താനാണെന്ന് എനിക്കറിയാം. തൻ്റെ ഈ നെറികെട്ട കളിക്ക് ഞാൻ എന്തെങ്കിലും പകരം വീട്ടണ്ടേ? എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് വേദ തന്നെ വേണം. വേദ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. വേദനെ എന്ത് വില കൊടുത്തും ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ വേദ. വിക്രം ശ്രീകാന്തിനെ വെല്ലുവിളിക്കുന്നുണ്ട്, വേദയല്ല, ശ്രീകാന്തിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്,
തനിക്ക് തൻ്റെ കുടുംബം എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ എത്രത്തോളം താൻ അതിന് വിലമതിക്കുന്നുണ്ട്, അത് നഷ്ടപ്പെടരുത്, അത് തകർന്നു പോകരുതെന്ന് താൻ എത്രത്തോളം വിചാരിക്കുന്നുണ്ടോ അത്രത്തോളം ഞാൻ വേദേനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വേദയുമായിട്ടുള്ള എൻ്റെ ബന്ധം തകർന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞാൻ എന്ത് കളിയും കളിക്കും. തനിക്ക് തന്നോടൊരു സഹതാപം തോന്നിയതുകൊണ്ട് മാത്രമാണ് അന്ന് തൻ്റെ ആ ബന്ധം ഞാൻ തൻ്റെ വീട്ടിൽ അവതരിപ്പിക്കാതിരുന്നത്. വേദയോട് പോലും ഞാനത് പറയാതിരുന്നത് തന്നോട് ചെറിയൊരു അനുകമ്പ എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ താനത് മുതലെടുക്കുകയാണ് ചെയ്തത്. കൂടെ കൂടെ നീ എൻ്റെ കുടുംബത്തെ തകർക്കാനും എന്നെയും വേദേനെയും കൂടി അകറ്റാനും അല്ലേ നോക്കിയത്. അപ്പോൾ ഇനി നിൻ്റെ കുടുംബം തകർന്നോട്ടെ എന്ന് ഞാനും വിചാരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദുഷ്ടനായ, അല്ലെങ്കിൽ ഇങ്ങനെ ചതിക്കുന്ന ഒരു ഭർത്താവാണ് നീ എന്നുള്ള കാര്യം നിൻ്റെ ഭാര്യ എന്തായാലും അറിഞ്ഞിരിക്കും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ വേദയെ നീ തന്നെ എൻ്റെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാക്കണം. അവൾ എങ്ങനെയാണോ എൻ്റെ വീട്ടിൽ നിന്ന് പോയത് അതുപോലെ തന്നെ അവൾ തിരിച്ച് എൻ്റെ വീട്ടിലെത്തിയിരിക്കണം, എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണിയിൽ ശ്രീകാന്ത് വീണ് പോകുന്നുണ്ട്. കാരണം ശ്രീകാന്തിൻ്റെ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം വേറെ ആർക്കും അറിയില്ല. അപ്പോൾ അത് പുറത്ത് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീകാന്ത് അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വിക്രം ഇത് മനസ്സിലാക്കും, താനാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് വിക്രം മനസ്സിലാക്കുന്നത് ശ്രീകാന്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിക്രം അതൊക്കെ മനസ്സിലാക്കി ശ്രീകാന്തിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയിൽ ശ്രീകാന്ത് തോൽവി സമ്മതിക്കുകയാണ്. അങ്ങനെ വേദയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദേനെ തിരിച്ച് വിക്രത്തിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നാക്കുന്നുണ്ട് കേട്ടോ. അത് വിക്രത്തിന് അത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ആ കുറച്ച് ദിവസങ്ങൾ വിക്രവും വേദയും പിരിഞ്ഞിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് അവർ സ്നേഹിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ തിരിച്ചു വരുന്ന വേദയും വിക്രമും ഒരുപാട് അടുക്കുന്നുണ്ട്, പഴയതിലും കൂടുതലായിട്ട് അവർ അടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്